എന്താ പീതാംബര, പിരിവോ മറ്റാണോ? അവറാച്ചൻ ചേട്ടൻ ചെറിയൊരു സഹായം ചെയ്യണം, ഒന്നിങ്ങോട്ട് വന്നേ. ഈ പിരിവൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ പിരിവാരെ കൊണ്ട് തോറ്റു എന്റെ പീതാംബര. റേഷൻ കട കൊണ്ട് അടച്ചിടാൻ പറ്റുമോ? ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണത്, ഒരു ചില്ലികാശിയാ കൊടുക്കില്ല. അത് വേറെ കാര്യം. അവറാച്ചൻ ചേട്ടൻ അറിയപ്പെടുന്ന ഒരു ലുബ്ധനായതുകൊണ്ട് പിരിവിന്റെ പ്രശ്നമില്ല. അത് പീതാംബര എന്നെ ഇരുത്തിയാണല്ലോ. അല്ല, കരുണന്റെ മക്കളുടെ കല്യാണത്തിന് കാശ് കൊടുക്കായിരുന്നു മനഃപൂർവ്വ. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ, അതൊരു ശീലാവും. അവറാച്ചൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിലൊരു കാരണവും കാണും. അത് പോട്ടെ, വന്ന കാര്യം പറയാലോ. ഇത് ദാമു, നമ്മുടെ ഈ ചൊറിയുന്ന ചേമ്പിന്റെ മടന്തയുടെ ഇല വെട്ടി ഇറച്ചി പൊതിയാൻ ഹസനാരിക്കയുടെ കടയിൽ കൊടുക്കുന്ന ഒരു പണിയുണ്ട് ദാമുവിന്. അതുകൊണ്ട് എല്ലാരും മൂപ്പരെ മടന്തേന്നാ വിളിക്കുന്നത്. ജീവചരിത്രം പറയാതെ കാര്യം പറ പീതാംബര, കടയിൽ ആളില്ല. ഇതൊരു ജീവിത പ്രശ്നമായതുകൊണ്ട് സ്വല്പം ജീവചരിത്രം പറയാതെ നിവൃത്തിയില്ല. ദാമു ഇല വെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ചുരുക്കി പറഞ്ഞാൽ ഒരു മാതിരി ഇടത്തൊക്കെയുള്ള ഇലയൊക്കെ ഇവൻ വെട്ടി. ഇനിയിപ്പോ വെട്ടാൻ ഇലയില്ല. അതിന് ചേട്ടന്റെ വീടിന്റെ പുറകിലുള്ള തോട്ടുമാടിക്ക് നിറച്ചു മടന്തയുടെ ഇല നിൽക്കുന്നത് ഇവൻ കാണാനിടയായി. ചേട്ടൻ എതിരൊന്നും പറയരുത്, അത് വെട്ടാൻ സമ്മതിക്കണം. ഒരിലയ്ക്ക് എന്ത് വെച്ച് തരും? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ് ആകുമ്പോ മുതലാളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? പീതാംബരനായോണ്ട് അധികമൊന്നും വേണ്ട. ഒരിലയ്ക്ക് 5 പൈസ വെച്ച് തന്നാ മതി. 500 ഇലയെങ്കിലും വെട്ടി കൊടുക്കുമ്പോഴാ എനിക്ക് ഒരു നേരത്തെ ചോറും കാപ്പിയും കിട്ടുന്നത്. 1000 വെട്ടിക്കോട്ടെ. ഒരു ചാൺ വയറിന്റെ പ്രശ്നമാണ് എന്ന് വെച്ച് ഇല വെറുതെ ഉണ്ടാവും. ഉണങ്ങി നശിച്ചു പോകുന്നതല്ലേ ചേട്ടാ ഈ ഇല? ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ആയിരിക്കണം. ഞാനൊരു ശല്യക്കാരനല്ലെന്ന് അറിയാലോ, ഇവന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ശരി, നല്ല ലാഭം കിട്ടുന്നതാണല്ലോ. അതിന്റെ ഒരു വിഹിതം കൂടെ എത്തിച്ചാൽ മതി. തരാം തരാം തരാം. ഞാനിത് പീതാംബരനായോണ്ടാ സമ്മതിക്കണത്. അതിന്റെ നന്ദി വേണം എപ്പോഴും. അതെപ്പോഴും ഉണ്ടാവും. വന്ന് വന്ന് കാട്ടുചേമ്പിന്റെ ഇലയ്ക്കും ശുപാർശ. നീ ഉച്ചക്കുണ്ടോ? ഇല്ല, കാപ്പി കുടിച്ചു. പിള്ളേര് പറയായിരുന്നേ, ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് വെച്ച് ഒരു പാത്രത്തിലാക്കി നിന്റെ ഈ തന്നയച്ചാൽ എന്താന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളുടെ ഇടയിൽ ചോറ്റുപാത്രമൊക്കെ തൂക്കി അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട. പിള്ളേർക്ക് എന്റെ ഭക്ഷണ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ. 2 കൂർക്കമ്മയിൽ ചുറങ്ങാണ്. 10 മണിയായിട്ടില്ല. അതുങ്ങൾ നേരം വിളിച്ചായ പറമ്പിലും തൊഴുത്തിലും കിടന്ന് മടക്കുന്നതാ. പറമ്പിലെ പണിക്കുന്ന കുമാരൻ ചേട്ടൻ വന്നില്ലേ? എന്നും കൃത്യമായിട്ട് വന്ന് പണിയെടുക്കാൻ കുമാരൻ എന്താ ഇവിടുത്തെ കൂലിക്കാരനൊന്നും അല്ലല്ലോ. വല്ലതും വന്ന് ചെയ്തു തരുന്നതന്നെ അങ്ങേരുടെ മനസ്സിന്റെ നേരുകൊണ്ടാ. നിനക്ക് പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാ ഇരുട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനാ. എടാ, ആ പാമ്പ് കടിച്ച് മരിച്ച കരുണന്റെ മോടെ കല്യാണം നീ നടത്തി കൊടുക്കാൻ പോവാന്ന് പറയുന്ന കേട്ടു. ഉള്ളതാ. തന്തയില്ലാത്ത പെണ്ണല്ലേ, ഒരാലോചന ഒത്തു വന്നു. ഉമ്മണി ആശാൻ കൊണ്ടുവന്നതാ. ചെറുക്കന് അങ്ങാടി ചുമടാ. പിന്നെ കല്യാണ ചെലവിന് പിരിവെടുക്കേണ്ടി വരും. നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയോ? ഇതാ ആരുടെയും കല്യാണക്കാരി ഇവിടെ വന്ന് പറഞ്ഞുകൂടാത്തത്. കല്യാണമെന്ന് കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് എന്നെ കെട്ടിക്കണം. നിന്നെ കെട്ടിക്കുന്ന കാര്യമല്ല, നിന്നേക്കാ 2-3 വയസ്സിന് വ്യത്യാസമുള്ളേ നിന്റെ പെങ്ങന്മാർക്ക് രണ്ടിനും. അതിന് അല്ല, അവരെ കെട്ടിച്ചയക്കുന്നതിനും നാട്ടിലിറങ്ങി പിരിവെടുക്കേണ്ടി വരുവോ? നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇന്നലെ അല്ലേ അമ്മയുടെ 10 രൂപ മേടിച്ചോണ്ട് പോയത്? അതുകൊണ്ടല്ലേ ഇത് നിന്നോട് ചോദിക്കുന്നത്. നിന്റെ കയ്യില് ഇറങ്ങിയോ? അപ്പുറത്ത് മുഖം കാണിക്കാൻ രണ്ടുപേരും വന്ന് ഇരിപ്പുണ്ട്. ഏതാണ്ട് ആന കാര്യത്തിന് ചായ കൊടുത്ത് സൽക്കരിച്ചു. എടാ, അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നീ അവിടം വരെ ഒന്ന് പോയോ? ഇന്ന് പോവാം. അമ്മയുടെ കയ്യിൽ കാശ് വല്ലതും? എന്താ? അല്ല, കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചെലവിന്. വീട്ടുകാരെ അന്വേഷിക്കുന്ന ഒരാള്. നിങ്ങളായിരുന്നോ? വരൂ. അവന്മാര് വേലി കെട്ടിയിട്ടില്ലല്ലോ. ഇന്ന് മിക്കവാറും കെട്ടും. അതിനുമ്പ് പീതാംബരം വന്ന് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തരണം. ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ. വരൂ. എന്റെ റേഷൻ കാർഡ്. പറഞ്ഞതുപോലെ റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ട ഇന്നാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. അവരിന്ന് വേലി കെട്ടൂന്നേ. വേലി കെട്ടിയാൽ നമുക്ക് പൊളിക്കാന്നേ. ബെർലിൻ മതിൽ പൊളിച്ചില്ല, അതിനേക്കാളും വലുതാണ് ഒരു വേലി. അപ്പൊ നമുക്ക് സപ്ലൈ ഓഫീസിലേക്ക് നീങ്ങാം. വരും. അയ്യോ, ചതിച്ചോ സുഗുണൻ. അവൻ ആള് ചൂടനാ. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യ്, ശാന്തപ്പന്റെ മുറുക്കാങ്കട എടുത്ത് നിൽക്ക്. ഞാൻ അങ്ങോട്ട് വരാം. എപ്പോ? കറക്റ്റ് സമയത്ത് ഞാൻ വരാം. ശരി. അത് പിന്നെ നമ്മുടെ തെങ്ങ് പാട്ടം കൊടുത്തതിന്റെ കാശ് കിട്ടിയോ? കിട്ടിയെങ്കില്. അല്ല, ഇവിടെ പല കാര്യങ്ങളുണ്ടല്ലോ. കുമാരൻ ചേട്ടൻ ചൂണ്ടക്ക് പോയില്ലേ? ഈ തെങ്ങിനെല്ലാം തടവെടുത്ത് കുറച്ച് വളമിടണം. ഇതിന്റെ മണ്ടയ്ക്കൊന്നും വല്ലതും കിട്ടിയാലല്ലേ ഇവിടെ അരി മേടിക്കാൻ പറ്റൂ. അതെങ്ങനാ? നോക്കിയും കെട്ടും ചെയ്യേണ്ട ആളുകൾ. എത്ര നേരം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പോകുന്നു. ഞാൻ ഈ വണ്ടി കൊടുത്തിട്ട് ദേവൻ ഓഫീസിൽ പോകാൻ. നീ എന്താ ഇവിടെ കിടന്ന് കൂവിയത്? വീട്ടിലോട്ട് വന്നാ പോലെ. എന്നിട്ട് വേണം നിന്റെ അമ്മയുടെ തെറിയാക്കാൻ.
ബാലൻസ് കിട്ടാണ്ടേ? ആ തരാം. ബാക്കി കിട്ടിയില്ല. ആ ടിക്കറ്റ് ഇങ്ങെടുത്ത്. ഒരു 80 പൈസ ഇവിടെ കൊടുത്തേ. ഇയാക്കോ? അതെ ഇയാൾക്ക്. വാ, ഞാൻ മാറ്റാം. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. താൻ വാ. അല്ല എങ്ങോട്ടാ? ചില്ലറ മാറണ്ടേ? ഇവിടെ ചോദിക്കാം. ഇവിടെ എങ്ങും ചില്ലറ കാണത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മേടിക്കണം. നിങ്ങൾക്കോ എനിക്കോ പ്രയോജനമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലതാനും. വാ. അല്ല 80 പൈസയല്ലേ, സാരമില്ല. എന്ന് വെച്ചാൽ? എന്നുവെച്ചാ പിന്നെ തന്നാ മതി. പിന്നെയോ? ഞാൻ 80 പൈസക്ക് തന്റെ കടക്കാരനാവണോ? അത് സാരമില്ല അമ്മാവ. അത് സാരം ഉണ്ട് വരുമാനെ. താൻ വലിയ രാഷ്ട്രീയ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അഭിമാനിയ. 80 പൈസ തരാതെ തന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. വാ. എന്താ വേണോ? എനിക്കോ? എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം, താനേ ഈ കുടയൊന്ന് പിടിക്ക. വെയിൽ കൊള്ളണ്ട. ഞാനിപ്പ വരാം. ഇവിടെയും ചില്ലറയില്ല. എനിക്ക് സ്വല്പം ധൃതിയുണ്ട്. ചില്ലറ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാ എന്ന് വിചാരിച്ച് ഞാൻ കടക്കാരനാവണോ? ഒന്നും സമ്പാദിച്ചില്ലേലും ഇതുവരെ ആരോടും കടം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഒരു 10 ചൂട് അങ്ങോട്ട് വെച്ചാൽ വീടായി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇടപാട് തീർക്കാനുള്ള ചില്ലറ അവിടെ കാണും. വാ. കൊട 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 ഇരിക്കട്ടെ, എനിക്ക് തന്നെ വിശ്വാസ. ഇതാണ് വീട്. നേരെ. ഓളെ ഇന്ദു, ഇന്ദു. അയ്യോ അച്ഛാ, അച്ഛനിത് എന്ത് പറ്റി? ഇദ്ദേഹം പാടത്തുനിന്ന് വീണു. അകത്തോണ്ടേ കിടത്താം. വേണ്ട, മരുന്ന് കഴിച്ചോണ്ടിരുന്ന മനുഷ്യനെ മൂക്കറ്റം കുടിപ്പിച്ചിട്ട് താങ്ങി എടുത്തോണ്ട് വന്നിരിക്കുന്നു. തന്നെ ഇത് എവിടുന്ന് കെട്ടിയെടുത്തു? പഴയ ശിൽബന്ധിക്കാരെയൊക്കെ പറഞ്ഞു വിലക്കിയപ്പോ പുതിയൊരു ബന്ധം. കുടിക്കണമെങ്കിൽ തരക്കാരുമായിട്ട് പോരെ? വെറുതെ എന്തിനാ പ്രായമായവരെ വലിക്കുന്നത്? പോയി പറ, എടുത്തു വരും. ആ ബോളൊന്നും എടുത്തു തരോ? മരുന്നക്ക് പേടിയാണെന്ന്. പീതാംബരേട്ടൻ നീന്താൻ അറിയാവോ? ഒരു ചെറിയ പന്തെടുക്കുന്നതിന് എന്തിനാ നീന്തുന്നത്? പിടി. ഇത് ഇപ്പൊ എടുത്തോണ്ട് വരട്ടാ. നേരത്തെ എനിക്ക് നീന്താൻ അറിയാമായിരുന്നു. ഇപ്പൊ ഞാൻ മറന്നുപോയി. ചേട്ടാ നന്നായിട്ട് നീന്തുന്നല്ലേ? നീന്തല്ലേട്ടാ. മുഖത്തയ്യോ കാണുന്നില്ലല്ലോ. പീതാംബരൻ ചേട്ടാ, പീതാംബരൻ ചേട്ടാ, പീതാംബരൻ ചേട്ടാ.
പേടിച്ചു പോയി ഞാൻ. ആരാ എന്നെ രക്ഷിച്ചത്? ഞങ്ങളാ. നിങ്ങൾക്ക് നീന്താൻ അറിയായിരുന്നെങ്കിൽ പന്ത് നിങ്ങൾക്ക് എന്നെ എടുത്താ പോരായിരുന്നോ? നിക്കറ് നനയ്ക്കണ്ടെന്ന് ചെറങ്ങാഞ്ഞതാ. എന്നെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടും. ഞാൻ അപേക്ഷ എഴുതിത്തരാം. കാലിനെന്ത് പറ്റുവാണത്? അറുവാച്ചന്റെ തോട്ട് മാടിക്ക ചാമ്പലയത്ത് ഇറങ്ങിയപ്പോ കുപ്പിച്ചില് കൊണ്ടതാ. നിനക്കിത് വേണവടാ. കുപ്പിച്ചില്ലു കൊണ്ടാ ഓടണമെന്ന് ഏത് വൈദ്യനാടാ പറഞ്ഞേ? പീതാംബരൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നു. പീതാംബരൻ പാമ്പ് കടിച്ച് ചത്ത കരണന്റെ വീട്ടിൽ കാണും. നാളെ പെണ്ണിന്റെ കല്യാണമല്ലേ? കഷ്ടം. എന്താ അവിടത്തെ കാര്യം? അറിഞ്ഞില്ലേ? മമ്മാടെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയി. പിന്നെ ആ പച്ചക്കറിയും തൈരും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് കൊടുത്തേക്ക്. ആ തട്ടാനാണ് നമ്മളെ പറ്റിച്ചത്. ഞാൻ അവനൊന്ന് നോക്കിയിട്ട് വരാം. ശരി. മഴയുണ്ടെങ്കിലേ ടാർപോൾ ഇടേണ്ടി വരും. ഉറപ്പിച്ച് കെട്ടിക്കോളൂ. ഞാൻ വരാം. പീതാംബര, ജൊക്കിയെ പോലീസ് പിടിച്ചു. എന്തിന്? പിന്നെ ചാരാശപ്പിച്ച് അടിയുണ്ടാക്കി. അവനിനി കുടിക്കുകയില്ലെന്ന് എനിക്ക് വാക്കെന്നാണല്ലോ. വാക്കല്ലേ മാറ്റാൻ പറ്റൂ പീതാംബര. അത് ഇത് സംസാരിച്ചിരിക്കാൻ നേരമില്ല. വേഗം അവനെ ജാമ്യത്തിൽ ഇറക്കണം. കുവൈറ്റിൽ നിന്ന് വിളി വരുന്ന എപ്പോഴാന്നറിയില്ല. എല്ലാരും കൂടി ആരുടെ മരിപ്പാണാൻ പോവാ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ മാത്രം പോയിട്ട് വരാം. ഞാൻ പീതാംബരൻ, എസ്ഐയുടെ പങ്ങളുടെ കല്യാണത്തിന് ദേഹണ്ണം മുഴുക്കാൻ ഞാനായിരുന്നു. കഷ്ടം. ആര് മരിച്ചെന്നാ പോലീസുകാരൻ പറഞ്ഞേ? അവന്റെ തന്ത. പോലീസ് സ്റ്റേഷനിലും കയറാൻ പറ്റത്തില്ലെന്ന്. പോലീസുകാര് ജൊക്കി വല്ലതും ചെയ്യുവോ? ഉമ്മ വയ്ക്കും. കൊമ്പമീശയില്ലാത്ത ജൊക്കിയുടെ ഭാഗ്യം. ഉണ്ടെങ്കിൽ എന്താ ആശാനെ? പണ്ടെങ്കിൽ എന്താ ആശാനെ? നിനക്ക് പത്രം വായിക്കാനും അറിഞ്ഞൂടല്ലോ. കൊമ്പമീശയോട് പോലീസുകാർക്ക് പ്രത്യേക സ്നേഹമാ. അവരത് പിഴുതെടുക്കും. ഇങ്ങനെ എന്താണോ വിശന്നിട്ടാ. ജാമ്യം കിട്ടിയോ? എസ്ഐ ഇവിടെ ഇല്ല. പോക്കറ്റടിക്കാരൻ ഉസ്മാനെ തൊഴിച്ച് കാലുളിക്ക് ക്വാർട്ടേഴ്സിലാ. ഉളുക്കുന്ന കാലുകൊണ്ട് ഏമാനത്തിനാ തൊഴിക്കാൻ നടക്കുന്നത്. ജൊക്കിയെ കണ്ടോ? അവൻ നല്ല ഉറക്കത്തിലാ. നമ്മളിപ്പോ അവനെ ജാമ്യത്തിലെടുത്ത് ഉപദ്രവിക്കണോ? നല്ല ഉറക്കമാണെങ്കിൽ നമുക്കങ്ങ് പോവാ. പോവാൻ വരട്ടാശാനെ. എസ്ഐയുടെ കാലുളിക്കെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയെന്ന് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമാണ്. ചിലപ്പോ ചില തെണ്ടികളുടെ സഹായവും വേണ്ടി വരും. പണ്ട് എസ്ഐയുടെ വീട്ടിലോട്ട് പുഷ്കരാ. കേറ്. പീതാംബര, എല്ലാവരെയും കൂടി കണ്ട് ജംബോ ജമാലിന്റെ മറ്റേ കാലും കൂടി ഉളുക്കണ്ട. പീതാംബരം മാത്രം പോയാ മതി. ഏത് തെണ്ടിയാടാ അത്? ഞാനാ പീതാംബരനാ. ഞാൻ വിചാരിച്ചു സർക്കിൾ ആയിരിക്കും. കേറി വാ. ഓടിരി. കാലിന് എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് കേട്ടു. നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ചാണല്ലോ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ചാൽ എന്തോ ചെയ്യും? ആ ഉസ്മാൻ പാക്കറ്റടിക്കാരൻ മാത്രമല്ല, അസൻ ഒരു വഞ്ചകൻ കൂടെയാണ്. അവന്റെ അടിനാഭി നോക്കി ഞാൻ തൊഴിച്ചതാ. അവൻ മാറിക്കളഞ്ഞു. കാലിയെന്ന് ജോലി കൊണ്ടു. അയ്യോ, ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ പാട്ടായോ? ഇതുവരെ പാട്ടായിട്ടില്ല. പക്ഷെ ഇനി ചിലപ്പോ ആകും. ഉമ്മിണിയാച്ചാൻ കൂടെ വന്നിട്ടുണ്ട്. അയ്യോ, തൊട്ടില്ല ഞാൻ. നല്ല വേദനയുണ്ടല്ലേ? ഉളുക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. തടയിച്ചില്ലേ? വൈദ്യശാലയിൽ ചിലപ്പോ കുഴമ്പ് വാങ്ങിച്ചിട്ടു. അയ്യോ, അതുപോരാ. തിരുമാൻ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും തിരുമിക്കണം. കാലിന്റെ കാര്യമാ. എന്തെങ്കിലും സംഭവിച്ചാൽ മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ നിസ്സാരമായിട്ട് പറഞ്ഞു കളയും. എന്റെ ഒരു വല്യമ്മാവൻ കടമ്പയെ തട്ടി ഒന്ന് വീണതാ. കുഴമ്പ് വരട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചതാ. 4ന്റെ അന്ന് കാല് മുറിച്ച് ദൂരെ കളയേണ്ടി വന്നു. സാറ് കിടന്നു, ഞാൻ ഇപ്പൊ വരാം.